പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. മൂന്നാമത് ഒരു ഉപായം ഒരു ഹയർ ലെവലിലുള്ളതാണ്. സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് മലയിൽ പോയി 40 രാവും 40 പകലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം പിശാച് വന്നു, നേരിട്ട് വന്നു. നോമ്പെടുത്ത് ഉപവസിച്ച് 40 നാൾ പ്രാർത്ഥിച്ചപ്പോൾ തിന്മയുടെ വിചാരങ്ങളും വികാരങ്ങളും അതിന്മേൽ ജയം പ്രാപിക്കുവാൻ ഒരു മനുഷ്യന് കഴിയും. യേശുവെ പോലും ആ മാതൃകയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മലയിലിരുന്നു കൊണ്ട് ദൈവ നാമ ഉച്ചാരണം, ദൈവ അഭിമുഖമായിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന, അതുവഴിയായി ഒരു നല്ല ദൈവ സാന്നിധ്യബോധമുണ്ടാവുകയായി. എന്നാൽ അതിലും കുറച്ചുകൂടെ ഹയറായിട്ടുള്ള ഉയർന്ന തരത്തിലുള്ള ഒരു പരീക്ഷ പിശാചിൽ നിന്ന് വരുന്നത്. അതിൽ ഒരെണ്ണം മാത്രം ഇവിടെ പറയാം. നീ എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. ഈ കാണുന്നത് നോക്കിക്കുക, ചുറ്റും നോക്കിക്കുന്നത് മുഴുവൻ നിനക്കാ. ചിലപ്പോൾ അങ്ങനെ തോന്നും, എന്താണ് ആകാൻ വയ്യാത്തത്? എല്ലാം ആകാം. അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണെങ്കിൽ അത് വളരെ കഠിനമായ ഒരു പരിശ്രമമായിരിക്കും. അല്ലാതെയുള്ളത് പെട്ടെന്ന് കിട്ടും തിന്മയിലേക്ക് പോയാൽ. അതുകൊണ്ട് പിശാച് പറയുക, എന്നെ നമസ്കരിക്കുക, നിനക്ക് തരാം. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷയുണ്ടായി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം അഴിപ്പുരയിൽ താമസിക്കുക. നമസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ മുറ്റത്ത് അദ്ദേഹം ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭിത്തിയോട് ചേർന്ന് അവിടെ ഒരാൾ നിൽക്കുന്നു. പരിമല തിരുമേനി വീണ്ടും നടന്നു, വീണ്ടും ശ്രദ്ധിച്ചു, അയാൾ അവിടെ തന്നെ നിൽപ്പാണ്. ആരാ? അത് ഞാനാണ്. വീണ്ടും ഞാനെന്ന് പറഞ്ഞാൽ, നീ എന്നെ കവിണ്ണു വീണ് നമസ്കരിച്ചാൽ മതി. കർത്താവിനോട് പറഞ്ഞതുപോലെ തന്നെ പരിമല തിരുമേനിയോട്, നീ കവിണ്ണു വീണ് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ അനുഗ്രഹങ്ങളും, നീ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പരിമല തിരുമേനി അവിടെ നിന്നു, കണ്ണുകൾ ഉയർത്തി, കൈകൾ മലർത്തി സ്വർഗത്തിലേക്ക് നോക്കി, കുരിശു വരച്ചു, ദൈവനാമം ഉച്ചരിച്ചു, കുമ്പിട്ടു, എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദൈവനാമം ഉച്ചരിച്ചു. കുരിശു വരച്ചിട്ട് അയാളുടെ നേരെ തിരിഞ്ഞ് അയാൾക്ക് നേരെയും കുരിശു വരച്ചു. പരിമല തിരുമേനിയുടെ ജീവചരിത്രത്തിൽ പറയുന്നു, അപ്പോൾ ആ പിശാച് അപ്രത്യക്ഷനായി. ഒരുപാട് ഇതുപോലെയുള്ള കാഴ്ചകൾ, ഇതുപോലെയുള്ള മായാക്കാഴ്ചകൾ വേറൊരു വിധത്തിൽ സ്വപ്ന സദൃശ്യം എന്നതുപോലെ നമുക്കും ഉണ്ടാവുന്നില്ലേ? അതിനെ അതിജീവിക്കാൻ എന്താ മാർഗം? പരിമല തിരുമേനി പറയുക, ദൈവനാമം ഉച്ചരിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ദൈവനാമം ഉച്ചരിച്ച് കുരിശു വരച്ച് കുമ്പിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവനാമം ഉച്ചരിച്ച് കുരിശു വരയ്ക്കുമ്പോൾ ഈ മായാക്കാഴ്ചകൾ അകന്നു പോകും എന്നുള്ള വലിയ പാഠം. പൈശാചികമായ ദർശനങ്ങൾ നമുക്ക് മായാക്കാഴ്ചകളായിട്ടാണ്. ഏതാണ്ടൊരു സ്വപ്നം പോലെയോ, ഏതാണ്ടൊരു അകത്തെ ലോകത്തുള്ള ഒരു വിചാര ധര പോലെയോ ഒക്കെ വരുന്ന മായാക്കാഴ്ചകളുണ്ട്. അവയെ അതിജീവിക്കുവാൻ നമുക്ക് കെൽപ്പുണ്ടാകുന്നത് കുരിശുവരെയും ദൈവനാമോച്ചാരണവുമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ചൊല്ലി കുമ്പിട്ട് കുരിശു വരച്ച് കഴിയുമ്പോൾ
അത് വിശ്വാസത്തിലും ആഴമായ ബോധ്യത്തിലുമാണ് ചെയ്യുന്നതെങ്കിൽ പൈശാചിക പ്രേരണകൾ നമുക്കുണ്ടാകും. കുഞ്ഞുങ്ങളെ, പരിമലത്തിരുമേനി നമ്മളോട് പറയുകയാണ്, മക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ദുശ്ചിന്തകൾ അകറ്റണമെങ്കിൽ നല്ല ചിന്തകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കണം. ദൈവചിന്തകൾ കൊണ്ട് ദൈവത്തെ നിറച്ചുകൊള്ളണം. അതുപോലെ തന്നെ ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം. മായാക്കാഴ്ചകൾ എന്ന പോലെ. പക്ഷേ പരിമലത്തിരുമേനിയുടെ ജീവിതത്തിൽ വെറും മായാക്കാഴ്ചയല്ല അയാൾ കാണുകയാണ്. പരിമലത്തിരുമേനി നേരിട്ട് കാണുകയാണ്. അവിടെ കുരിശുവരെയും ദൈവനാമോച്ചാരണവും കൊണ്ട് പൈശാചികമായ പ്രലോഭനങ്ങളെ, മായാക്കാഴ്ചകളെ അതിജീവിക്കുവാൻ പരിമലത്തിരുമേനിക്ക് കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ, നമുക്ക് തുടങ്ങാം. പരിമലത്തിരുമേനിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പിശാചന് ഇടം കൊടുക്കരുത് എന്ന എഫേസ്യ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വലിയ ഒരു വാർണിംഗ്, ഒരു സൂചന. പിശാചന് ഇടം കൊടുക്കരുത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ശീലങ്ങൾ, പ്രവൃത്തികൾ, അതുപോലെ തന്നെ മായാക്കാഴ്ചകൾ പോലെ ഉണ്ടാകുന്ന പൈശാചികമായ പ്രലോഭനങ്ങൾ. പരിശുദ്ധൻ്റെ മധ്യസ്ഥത നാം എല്ലാവർക്കും കോട്ടയും കാവലുമായിരിക്കട്ടെ. ദൈവാനുഗ്രഹം കുഞ്ഞുങ്ങളെ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.